Back to my YouTube channel, Food for my wife. അപ്പോൾ എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫോൾഡിങ് വീറ്റ് പൊറോട്ടയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഗോതമ്പ് കൊണ്ടുള്ള ഒരു മടക്ക് പൊറോട്ട. വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വരും. 2 കപ്പ് ഗോതമ്പാവ് എടുക്കാം. ഒരു കപ്പെന്ന് എടുത്തത് 125 ml ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള കപ്പ് എടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എങ്കിലേ ഉപ്പ് നമ്മുടെ മാവിൽ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ആണ് ആദ്യമേ നമ്മളിത് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതും കൂടെ ഒഴിച്ച് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഇവിടെ ഇതിൽ പച്ചവെള്ളമല്ല ചേർക്കുന്നത്, ഇളം ചൂട് പാലാണ് ചേർക്കുന്നത്. കുറേശ്ശെ നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് പാലില്ലെങ്കിൽ ഇളം ചൂട് വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ അതും മതി. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ടുള്ള നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും പൊറോട്ട ഒക്കെ കഴിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇത് ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയുടെ കൂടെയും നല്ല ഇതായിരിക്കും. സോഫ്റ്റായിട്ടുള്ള ഒരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് നല്ലപോലെ ഇതിനെ കുഴച്ചെടുക്കാം. പാലൊഴിക്കപ്പോൾ കുറേശ്ശെ മാത്രം ഒഴിച്ച് നമ്മൾ നോക്കുക. ഇത് പൊറോട്ട സോഫ്റ്റ് ആവുന്നത് നമ്മൾ കുഴയ്ക്കുന്നതനുസരിച്ചിരിക്കും. എല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മാവെല്ലാം നല്ല പൊളിച്ച് പരുവത്തിനായി കഴിഞ്ഞു. വീണ്ടും ഒന്ന് കുഴച്ച് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉരുളകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഒരു ചപ്പാത്തിക്ക് എത്ര വേണോ അത്രയും മതി. ആ രീതിയിൽ നമുക്ക് ഉരുളകളെടുക്കാം. ബാക്കി മാവ് അടച്ചു വയ്ക്കുക. നമുക്ക് പരത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാവിലൊന്ന് മുക്കിയ ശേഷം സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് പരത്തുക. വളരെ നൈസായിട്ട് പരത്തണം. അതിനുശേഷം നമുക്ക് ഇതിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ മാവ് വിതറി കൊടുക്കുക. ഇതേപോലെ നല്ലപോലെ എണ്ണ തേച്ചു. ഇനി മാവ് വിതറി കൊടുക്കാം. അതിനുശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. 2 വശവും ഇങ്ങനെ മടക്കിയ ശേഷം ബാക്കിയുള്ള 2 സൈഡും മടക്കി കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ടൈപ്പിനുള്ള ഷേപ്പ് കിട്ടി. വീണ്ടും നമ്മൾ ഒന്നും കൂടെ പരത്തി വലുതാക്കി എടുക്കുക. ഇനി നമുക്കിതിൽ എണ്ണ വീണ്ടും തേച്ച് കൊടുക്കാം. അപ്പം മാവ് വിതറി അതിനുശേഷം ത്രികോണാകൃതിയിൽ ഫോൾഡ് ചെയ്യാം. ഒരറ്റത്ത് നിന്ന് കോൺ പിടിച്ചാൽ മതി. അധികമുള്ള ഭാഗം ഇതേപോലെ റിമൂവ് ചെയ്യുക. നമ്മൾ പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡിങ് പൊറോട്ടയുടെ ഷേപ്പ് റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെറിയ ഇത് മതിയെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതേപോലെ നമുക്ക് കിട്ടും. വീണ്ടും ഒരെണ്ണം കൂടെ ഞാൻ സ്പീഡിന് ഉണ്ടാക്കി കാണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കൊറോണ കാലത്ത് നമുക്കെല്ലാം ഒരു പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കി നോക്കുകയാണ്. എനിക്കിവിടെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. ഇത്രയും പ്രാവശ്യം നമ്മളിതിൻ്റെ മുകളിൽ എണ്ണയും മാവും എല്ലാം ഇട്ടു. വീണ്ടും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം ചൂട് ഒരു മീഡിയത്തിൽ വെച്ച് മാത്രമേ നമ്മളിത് എടുക്കാവൂ. ഷേപ്പെല്ലാം റെഡി. തവ വെച്ചു. തവ ഒന്ന് ചൂടാവട്ടെ.
ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു തുണി കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൊള്ളി വരുന്നതാണ്. കണ്ടില്ലേ? നമുക്ക് ഇതിൽ നെയ്യ് തേച്ച് കൊടുക്കാം. നമ്മളെ ഫോൾഡിങ് പൊറോട്ട റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ കൊറോണ കാലത്ത് സേഫായിട്ടിരിക്കുക. താങ്ക് യു. വീണ്ടും കാണാം. സുരേഷ് നാടൻ.